Welcome to our channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ഐബ്രോ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലബ് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഐബ്രോ റേസർ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ക്ലബ് ഫാക്ടറി ബാൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആ പ്രൊഡക്റ്റ് കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യാൻ മാത്രമല്ല ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനും ഇതുകൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്. അപ്പോൾ ഇതൊരു ഐബ്രോ റേസറാണ്. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് പാക്കാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ രണ്ട് പാക്കറ്റാണ് ഇങ്ങനത്തെ നമുക്ക് കിട്ടുക. കണ്ടോ, കോംബോ ആയിട്ട് രണ്ട് പാക്കറ്റായിട്ടാണ്. അപ്പോൾ ഒന്ന് ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ട് പാക്കും കൂടെ 149 റുപ്പീസേ ഉണ്ടാവുള്ളൂ. 150 റുപ്പീസ്. ശരിക്കും നമ്മളൊരു പാർലറിൽ പോയി നമ്മുടെ ഐബ്രോ ഷേപ്പ് ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് നമുക്കൊക്കെ ഇവിടെ 40 കൊടുക്കേണ്ടി വരും, 40 റുപ്പീസ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിലിപ്പം രണ്ട് പാക്ക് എന്ന് പറയുമ്പോൾ 6 എണ്ണം ഉണ്ടാവും, 6 റേസർ ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 4 6 24 240 രൂപ കൊടുക്കേണ്ടിയെടുക്കാം. നമുക്കിത് 150 റുപ്പീസിന് നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ നമ്മുടെ ഐബ്രോ ഷേപ്പ് ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒന്ന് കൂടി വന്ന ഒരു 2 3 തവണ മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ല, ഐബ്രോ പിന്നെയും നമുക്ക് ഷേപ്പ് ചെയ്യാം, പക്ഷെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് ഒരു 2 3 തവണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിമ്പിൾസ് വരും, ഇൻഫെക്ഷൻ എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. 2 തവണ യൂസ് ചെയ്താൽ മതി. കാരണം ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക, മുടക്കിയ കാശ് ലാഭമാണ്. അപ്പോൾ പിന്നെ 2 തവണ അതിൽ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐബ്രോ ഷേപ്പ് ചെയ്യുന്നത്, എൻ്റെ ഫേഷ്യൽ ഹെയർ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. സംഭവം പൊളിയാണ്, കണ്ടില്ലേ? ഇതാ ഇതിന് ഇതുപോലൊരു ക്യാപ്പൊക്കെ വരുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല മൂർച്ചയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, മുറിയാതെയൊക്കെ നോക്കി വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ ഈ സാധനം കൊണ്ട് ഷേപ്പ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് വളരെ പതുക്കെ ചെയ്യാം. അതായത് മുറിയാനൊക്കെ സാധ്യതയുണ്ട് ഈ ബ്ലേഡ് പോലത്തെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. അതൊന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവും ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്നൊരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ ഐബ്രോ ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എന്തായാലും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. ഒരു ക്ലെൻസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് വാഷോ ഉപയോഗിച്ച് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ക്ലീൻ ചെയ്ത് ഫേസ് നന്നായിട്ട് തന്നെ കഴുകുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം തോർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഐബ്രോ ഷേപ്പ് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഐബ്രോയുടെ മുകളിലായിട്ട് കുറച്ച് മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഷേപ്പ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഈ ഐബ്രോ റേസർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഐബ്രോയുടെ മേലെ ആദ്യം കുറച്ചൊരു മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെൻറ്റിവൻസിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഞാൻ പുതിയ ബോട്ടിൽ വാങ്ങിയതാണ്. ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ നല്ല അഫോർഡബിൾ റേറ്റിലുള്ള മോയ്സ്ചറൈസർ ആണ്. ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ, ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പിന്നെ പ്ലക്കറാണ്. അതായത് നമ്മൾ ഈ ഷേപ്പ് ചെയ്തതിൻ്റെ അടിയിലായിട്ട് എന്തെങ്കിലും കുറ്റി കുറ്റി പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലക്കർ വെച്ചിട്ട് അതങ്ങ് പറിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് പ്ലക്കറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പ്ലക്കറൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് റേസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ.
റിമൂവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ആദ്യം നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ മോയ്സ്ചറൈസർ നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ആവുന്നത് വരെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണ്ട. അതായത് ഒരു ബേസ് ആയിട്ട് അവിടെ ഉണ്ടാവണം. നമുക്ക് ഇങ്ങനെ റൈസ് ചെയ്യേണ്ട ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ബേസ് ആയിട്ട് അവിടെ ഉണ്ടാവണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മോയ്സ്ചറൈസർ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ ഈ റൈസർ വെച്ചിട്ട് ഷേവ് ചെയ്ത് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് ഷേവ് ചെയ്യണം, മുറിയാതെ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ഈ കൊറോണ സമയത്തൊക്കെ നമുക്ക് പാർലറിൽ പോയിട്ട് ഐബ്രോ ത്രെഡ് ചെയ്യാനോ അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ചിട്ട് ഐബ്രോ ഷേപ്പ് ചെയ്യാം. ഇനി ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. വളരെ വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ, നല്ല സാധനവുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ.